ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കൈമൈ മറന്ന് ഫണ്ട് പിരിവ് വയനാട് ദുരന്ത ബാധിതർക്ക് വസ്തുവും വീടുമൊക്കെ പറഞ്ഞായിരുന്നു യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ മത്സരിച്ചു പിരിച്ചത്. എന്നാൽ UDF കക്ഷികളുടെ പിരിവിൽ അനിശ്ചിതത്വം മാത്രം ബാക്കി. ഈ ദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിട്ടിട്ടും പിരിവ് മാത്രം, അതിൻ്റെ കണക്കുകളും പിരിവ് എവിടം വരെയായി എന്ന് ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്ത വിധം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു പിരിവ് ആ നിലയിൽ അത് നിൽക്കുകയാണ്. ക്രമക്കേട് നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഭൂമി വാങ്ങലിന് പിന്നിലെ ഗുട്ടൻസ് രേഖകൾ നിരത്തി കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. മണ്ഡലങ്ങൾ വഴി യൂത്ത് കോൺഗ്രസ് പിരിച്ചത് 88 ലക്ഷം രൂപയാണ്. കോൺഗ്രസ് പിരിച്ചത് 3,14 ലക്ഷം രൂപ. ഇതൊക്കെ ഇവർ തന്നെ പറഞ്ഞ അക്കങ്ങളാണ്. തുകകൾ കുറഞ്ഞതിൽ പലവിധ കിംവദന്തികൾ ഉണ്ടെങ്കിലും ഞങ്ങളതൊന്നും പറയുന്നില്ല. കണക്ക് വെളിപ്പെടുത്തിയ തുക തന്നെ ദുരന്ത ബാധിതർക്ക് പ്രയോജനപ്പെട്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിരിച്ചതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സർക്കാരുമായി സഹകരിക്കില്ലെന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊന്നും പണം നൽകാതെ സർക്കാരിൻ്റെ ഈ പറഞ്ഞ മോഡൽ പദ്ധതിയുമായി സഹകരിക്കാതെ നിൽക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിച്ച പണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കേണ്ടത് തന്നെയാണ്. ആ പിരിവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ, അന്വേഷണം, പോലീസ് കേസ് എല്ലാം നിൽക്കുന്ന ഒരു കാലമാണ്. ഉരുൾപൊട്ടലിൻ്റെ ഇരകൾക്കൊക്കെ ടൗൺഷിപ്പ് വഴി പാർപ്പിടം ഉറപ്പിച്ച് സർക്കാർ നീങ്ങുകയാണ്. വീട് വേണ്ടെന്ന് പറഞ്ഞ 87 പേർക്ക് 15 ലക്ഷവും സർക്കാർ നൽകിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കോൺഗ്രസും ലീഗും ഒക്കെ പിരിച്ച പണമുണ്ട്. ആ പണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടികളുണ്ട്. ഇതേക്കുറിച്ച് വളരെ വ്യക്തതയോടെ സുതാര്യമായി ജനങ്ങളോട് സംസാരിക്കാൻ കഴിയണ്ടേ? മുൻവരിയിൽ പറഞ്ഞതുപോലെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ വെക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് ഉപതെരഞ്ഞെടുപ്പിന് വഴിമാറ്റിയെന്ന് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ തന്നെ സംസാരം ഉയർന്നിരുന്നു. പലവിധ ചോദ്യങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് കനകൂലു കുതന്ത്രത്തിൽ പണം നൽകി സോഷ്യൽ മീഡിയയിലെ വ്ളോഗിംഗ് അർമാദിപ്പും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. ഇതിനൊക്കെ പണമുള്ള കോൺഗ്രസിന് ദുരന്തബാധിതരെ സഹായിക്കാൻ പണമില്ല. അതും ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവർക്കായി പിരിച്ച പണത്തിന് മുന്നിൽ കൈമലർത്തുകയാണ്. മുമ്പ് മറ്റൊരു കാര്യത്തിനെങ്കിലും കോൺഗ്രസ് നടത്തിയ 137 ചലഞ്ചിലും ആപ്പ് വഴിയുള്ള ഫണ്ട് പിരിവും അനന്തരഫലവും നമ്മുടെ ഓർമ്മ പഥത്തിൽ ഉണ്ട്, മറക്കാറായിട്ടില്ല. ഉരുൾപൊട്ടുന്ന തട്ടിപ്പും കൈമിനുക്കാനുള്ള കുതന്ത്രങ്ങളും ചർച്ച ചെയ്യാം ന്യൂസ് ആൻഡ് വ്യൂസിൽ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ CPIM, അഡ്വക്കേറ്റ് വസന്ത് സുരേഖ് കോൺഗ്രസ്, ഡോക്ടർ പ്രേംകുമാർ ഇടത് നിരീക്ഷകൻ. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ മോഡൽ ടൗൺഷിപ്പ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ആ ടൗൺഷിപ്പിനുള്ളിൽ വീട് വേണ്ടാത്തവർക്ക് പണമായി തന്നെ അവർക്ക് വേണ്ട സഹായം നൽകിക്കഴിഞ്ഞ സാഹചര്യം. മറുഭാഗത്ത് പ്രതിപക്ഷമാകട്ടെ, അതും പ്രതിപക്ഷമാണ് എന്നോർക്കണം, രസകരമാണ് കാര്യങ്ങൾ. ഒരു വർഷത്തിലേക്ക് എത്തിയിട്ടും പിരിവ് എങ്ങും എത്താത്ത നിലനിൽക്കുകയാണ്. വലിയ ആക്ഷേപമാണോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും നേരിട്ടുകൊണ്ടിരിക്കുന്നത് വയനാടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ? ശരത്തെ, ഇത് വെറുമൊരു ആരോപണമോ ആക്ഷേപമോ അല്ലല്ലോ. നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യവും വസ്തുതയുമായിട്ട് നിൽക്കുകയല്ലേ. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നഗ്നമായ സത്യങ്ങളായിട്ട് നിൽക്കുകയല്ലേ. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഈ കക്ഷി വഴക്കുകളുടെ ഭാഗമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കും, ആക്ഷേപങ്ങൾ ഉന്നയിക്കും. അതുപോലെ ഒന്നല്ലല്ലോ ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തെ മുന്നിൽ നിർത്തി കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും എല്ലാം ചെയ്തിട്ടുള്ള വമ്പൻ തട്ടിപ്പിൻ്റെ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് വലിയ നിലയിൽ ജനാധിപത്യവാദികളെല്ലാം ആശങ്കാകുലരാക്കുന്ന ഒന്നാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾ പോലും ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പൊതുപ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണല്ലോ. ആ സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് ആക്ഷേപവും ആരോപണവും മാത്രമല്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ വിവരങ്ങൾ ആരാ പുറത്തു പറഞ്ഞത്? ഇപ്പോൾ കോൺഗ്രസ് പണം പിരിച്ച് മുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ ദുരന്ത ഭൂമിയുടെ പേരിൽ ഈ പണം പിരിച്ച് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നൊന്നും
CPIM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഒരു ആരോപണം ഉന്നയിച്ചതല്ലല്ലോ. DYFIയുടെ നേതാക്കൾ ഒരു പത്രപ്രസ്താവന ഇറക്കിയിട്ട് ആക്ഷേപം ഉന്നയിച്ചതല്ലല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് നടക്കുന്നു, അവരുടെ പ്രവർത്തക ക്യാമ്പാണ്. ആ പ്രവർത്തക ക്യാമ്പിൽ ചോദ്യം വരികയാണ്. എന്താ ചോദ്യം? എവിടെ യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം? നമ്മൾ പറഞ്ഞ 30 വീടുകൾ എവിടെ? അതൊക്കെ ഒരു വലിയ ടൈറ്റ് മത്സരം പോലെയാണ്. DYFI കേരളത്തിൽ കുറച്ച് സ്വാധീനമുള്ള ഒരു സംഘടനയാണല്ലോ. 25 വീടേ പ്രഖ്യാപിച്ചുള്ളൂ. അപ്പോൾ ഈ കുഞ്ചനും ബോബിയും കളിച്ചിട്ട് നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർ 30 വീട് പ്രഖ്യാപിച്ചു. ഇതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിലാണ് ചോദ്യം വരുന്നത്. നമ്മൾ ആരും പുറത്തൊന്നും ഉന്നയിച്ചതല്ല. DYFI നേതാക്കൾ പോലും ചോദിച്ചില്ല. അവർ നേരത്തെ കൊടുത്തു. അവർ 25 വീടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. 100 വീടിനുള്ള കാശ് 20 കോടി രൂപ കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാരിനെ ഏൽപ്പിച്ചു. അതിന്റെ പണി ഇപ്പോൾ അവിടെ നടന്നു വരുന്നു. മാനന്തവാടിയിൽ നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. നിയമപരമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും അവിടെ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയെക്കുറിച്ച് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പോയി കേസ് നടത്തി. അതെല്ലാം തീർത്ത് പരിഹരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്ത് അവിടെ ദ്രുതഗതിയിൽ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വീട് വേണ്ട, ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് വേറെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ 115 പേർക്ക് 15 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു. അതും മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ചോദ്യം വരുന്നത്. അവർ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമല്ലേ ഇത്? അവരല്ലേ, ആ ക്യാമ്പിൽ നിന്നല്ലേ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്? അപ്പം ഇതൊരു ആരോപണമല്ലല്ലോ, ഇതൊരു ആക്ഷേപമല്ലല്ലോ. അവരുടെ തന്നെ സംഘടനക്കകത്ത് ഉയർന്നു വന്ന ഗൗരവമായ ചോദ്യമല്ലേ. ഇത് തന്നെയല്ലേ മുസ്ലിം ലീഗിനകത്തും ഉണ്ടായത്. ചേർത്ത മുസ്ലിം ലീഗിന്റെ വിഷയവും നമ്മളാരും ആരോപണമായിട്ട് ഉന്നയിച്ചതല്ലല്ലോ, ഗൗരവമായിട്ട് പുറത്തു വരികയാണ്. അത് കൈരളി സ്വാഭാവികമായിട്ടും ലീഗിനകത്ത് നിന്ന് അത്തരം വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കൈരളി അത് ആദ്യം നല്ല നിലയിൽ വാർത്തയാക്കിയിട്ടുണ്ട്. ദേശാഭിമാനി നല്ല നിലയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗൗരവമായിട്ട് അങ്ങനെ ഈ പറഞ്ഞ കോൺഗ്രസിനകത്ത് നിന്നും ലീഗിനകത്ത് നിന്നും പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, അപ്പോൾ അതൊരു വസ്തുതയാണ്. ആരോപണമോ ആക്ഷേപമോ ആയിട്ട് ചുരുക്കിക്കളയേണ്ടതല്ല. അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ ഈ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തുമാത്രം അപമാനകരമായ സംഗതിയാണ്. ഈ പണം പിരിച്ചു മുക്കുക എന്ന് പറയുന്നത് നേരത്തെ തന്നെ കോൺഗ്രസിനെ കുറിച്ചും ലീഗിനെ കുറിച്ചുമെല്ലാം ആ ആക്ഷേപം എത്രയോ സംഭവങ്ങളിലുണ്ട്. അത് ആ സംഭവങ്ങൾ ഇനിയും അവർ ഉപേക്ഷിക്കുന്നില്ല. അവരിപ്പോഴും ഈ പഴയ അവരുടെ അതേ ശൈലിയാണ്, പിരിക്കുക മുക്കുക നക്കുക എന്ന് പറയുന്ന ശൈലിയിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ അങ്ങേയറ്റം അപമാനകരമായ ഒരവസ്ഥയിൽ പുതിയ കാലത്ത് എല്ലാം ഇങ്ങനെ വളരെ വേഗം തുറന്നു കാട്ടപ്പെടുന്ന ഈ വിവരങ്ങളുടെ ഒരു ലോകത്ത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഇങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന സംഗതിയല്ലേ. മാറാൻ തയ്യാറാകുന്നില്ല, ഇത്രയെല്ലാം വലിയ ശിക്ഷ ജനങ്ങൾ നൽകിയിട്ടും. അപ്പോ പൂർത്തിയാക്കോളൂ ശ്രീ മുസ്തഫ, പൂർത്തിയാക്കൂ, പറഞ്ഞോളൂ. അപ്പൊ ആ നിലയിൽ ഗൗരവമായ അന്വേഷണം നടക്കേണ്ട സംഗതിയാണ്. കാരണം ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഇങ്ങനെ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാകണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. അതേ പറഞ്ഞ DYFIക്കാരല്ല കൊടുത്തിരിക്കുന്നത്, ഇരകളാക്കപ്പെട്ട ആരെങ്കിലല്ല കൊടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തകയാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഇതാ ഇങ്ങനെ പണം പിരിച്ചിട്ടുണ്ട് ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ, അത് പക്ഷേ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള ഈ വസ്തുതകൾ, വിവരങ്ങൾ, അതിനെ കേവലം ആരോപണം, രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്നതല്ല, അവർ തന്നെ വ്യക്തമാക്കേണ്ട സംഗതിയാണ്. അതിനെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലുമെല്ലാം നമ്മുടെ നാട്ടിലെ പുതിയ തലമുറക്കുൾപ്പെടെയുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഇത് സംബന്ധിച്ച് ഗൗരവമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ശരി, അഡ്വക്കേറ്റ് വസന്ത് സിറേഖ്, ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഇങ്ങനെ അവരെ സഹായിക്കാൻ, ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇറങ്ങിയിട്ട് ആ പിരിവ് പ്രഖ്യാപിച്ചിട്ട് വർഷമൊന്നാവുകയാണ്. എന്നിട്ടും ആ പിരിവ് തീർന്നിട്ടില്ല.
തീരാത്ത പിരിവായി നിൽക്കുകയാണ്. കണക്കുകൾ ഈ കാലയളവിൽ വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ചോദിക്കുന്നു, ആ 100 വീട്, കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടിന് എത്ര കോടി പിരിഞ്ഞു കിട്ടി? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കേവലം 88 ലക്ഷത്തിൽ നിൽക്കുന്നുവെന്ന് പറയുന്നത് അവിശ്വസനീയമായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വ്യക്തതയോടെ ആ കണക്കുകൾ അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോപ്പി എടുത്ത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കടലാസ് കെട്ടായി അവതരിപ്പിച്ചാൽ അതാവില്ല. അതുപോലെ തന്നെ ഗൗരവമായ കുടുക്കിൽപ്പെട്ട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ വിവരങ്ങൾ വേറെ. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDF മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ, ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അതാണ് നേരത്തെ മുസ്തഫ പറഞ്ഞത്, ഇത് വെറും ആക്ഷേപമോ ആരോപണമോ അല്ല, വസ്തുതകളായി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. വിശദീകരിക്കാൻ ബാധ്യതയില്ലേ? അന്വേഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? ശ്രീ ശരത്ചന്ദ്രന്റെയും VPP മുസ്തഫയുടെയും ചോദ്യങ്ങൾക്കും ആരോപണങ്ങളാണോ? അതിന് കൃത്യമായ ഉത്തരം പറയാം. ഇടപെടാതെ ഒരു മിനിറ്റ് മതി, അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. അത് തന്ന് അങ്ങ് സഹകരിക്കണം. ഒന്നാമതായി യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൈരളിയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പ് പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പങ്കെടുത്ത ആളാണ് ഈ ഇരിക്കുന്ന ഞാൻ. അപ്പോൾ ആ ക്യാമ്പിൽ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കൈരളിയുടെ റിപ്പോർട്ട് പ്രകാരമാണോ അത് ചർച്ച ചെയ്തത് എന്നും വ്യക്തമായി നേരനുഭവമുള്ള ഞാൻ തന്നെ പറയാം, യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടില്ല. വയനാട് റീബിൽഡ് വയനാടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന 88 ലക്ഷമല്ല, ഇതാ ഇന്ന് വരെ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള 1 കോടി ചില്ലറ തുകയാണ്. അത് എങ്ങനെയാണ് ആ തുകയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തീരുമാനിച്ചത് 2.5 ലക്ഷം രൂപ വീതം 140 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് പിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് 3 കോടിയോളം രൂപ കണ്ടെത്തി 10 ലക്ഷം രൂപ വീതം വരുന്ന 30 വീടുകൾ പണിതു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 50,000 രൂപ പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങളോട് പറഞ്ഞത്. അതായത് ഞങ്ങൾക്കുള്ളത് ബ്ലോക്ക് കമ്മിറ്റികളാണ്, അതായത് നിയോജകമണ്ഡലം കമ്മിറ്റികൾ. ആ നിയോജകമണ്ഡലം കമ്മിറ്റികളോട് പായസ ചലഞ്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഏതെങ്കിലും കടയിൽ കയറി പിരിക്കാനല്ല കേട്ടോ, ഡിവൈഎഫ്ഐയുടെ പോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പിരിക്കാനല്ല, അങ്ങനെ പിരിക്കരുത് എന്ന് കർശന നിർദ്ദേശം ആ സർക്കുലറിലുണ്ട്. എന്തെങ്കിലും ക്രിയേറ്റീവായ ചലഞ്ചുകൾ നടത്തിക്കൊണ്ട് ആ പണം കണ്ടെത്താനാണ് പറഞ്ഞത്. അതിൽ ആദ്യഘട്ടത്തിൽ 50,000 രൂപയാണ് നിലവിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. എന്റെ ബ്ലോക്ക് കമ്മിറ്റി 1,47,000 രൂപ കൊടുത്തിട്ടുണ്ട്. പൂഞ്ഞാർ നിയോജകമണ്ഡലം 1,47,000 രൂപ. പക്ഷേ എന്റെ ജില്ലയിൽ തന്നെ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റി കൊടുത്തത് 20,000 രൂപയാണ്. മറു ജില്ലയിൽ 10,000 കൊടുത്തവരുണ്ട്, ഒന്നും കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ അതിൽ വീഴ്ച വരുത്തിയ, അതായത് തുക കണ്ടെത്താൻ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ആക്ഷൻ എടുത്തു. ഉടനെ കൈരളി, അങ്ങ് ചീഫ് എഡിറ്ററായിരിക്കുന്ന കൈരളി വാർത്ത കൊടുത്തു, എന്ത് ഫണ്ട് തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആക്ഷൻ എടുത്തു എന്ന്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ അല്ല, മറിച്ച് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവർ, അതായത് കൃത്യമായി ക്രിയേറ്റീവായ പ്രവർത്തനത്തിലൂടെ നിയോജകമണ്ഡലത്തിൽ നിന്ന് 50,000 രൂപയെങ്കിലും കണ്ടെത്താൻ സാധിക്കാത്ത നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ പുറത്താക്കി, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നിലവിൽ ഞങ്ങളുടെ കയ്യിലുള്ള 1 കോടി രൂപയാണ്. ഞങ്ങൾ ഏറ്റവും ആദ്യം സർക്കാരിനോട് സ്ഥലം മാർക്ക് ചെയ്തു തരൂ എന്ന് ആവശ്യപ്പെട്ടവരാണ്. പക്ഷെ സർക്കാർ പറഞ്ഞു ഇതൊരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണ്, അപ്പൊ സർക്കാരിന്റെ കൂടെ ചെയ്യൂ, സർക്കാരിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി സർക്കാരിനെ പണം ഏൽപ്പിക്കൂ, ഞങ്ങൾ അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ നിങ്ങളുമായി, അതായത് സർക്കാരുമായി സഹകരിക്കാത്തതിന്റെ കാരണം, ഊരാളുങ്കലിന് യാതൊരു ടെൻഡറും വിളിക്കാതെ സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 3,336 എന്നാണ് എന്റെ ഓർമ്മ, അത്രത്തിൽ രൂപയ്ക്ക് നാട്ടിൽ ഒരിടത്തുമില്ലാത്ത പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്നവർക്ക് പോലും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഊരാളുങ്കലിന് സർക്കാർ ടെൻഡർ കൊടുക്കുന്നു, സർക്കാർ അനുമതി കൊടുക്കുന്നു. അപ്പൊ ആ റേറ്റിൽ നിന്നുകൊണ്ട്, ഭീമമായ അഴിമതിക്ക് സാധ്യതയുള്ള ഒരു റേറ്റിൽ നിന്നുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രൊജക്റ്റിൽ ഞങ്ങൾ ചേരുന്നില്ല എന്ന് KPCCയും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിക്കുന്നു. ആ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ്, ഞങ്ങൾ KPCC ആണ് ഫണ്ട് കൈമാറുക, ഇപ്പൊ ഞങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, ഇനി ഞങ്ങൾ KPCCക്ക് നൽകേണ്ടത് ഏതാണ്ട് 2 കോടി രൂപ അടുത്താണ്, അത് വരുന്ന പിരിക്കുകയും ചെയ്യും. ഇനി അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ ഉത്തരം കൂടി പറയാം. അതായത് ശ്രീ ശരത്ചന്ദ്രൻ അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞു, ഇതിനു മുമ്പും ഇങ്ങനെ പ്രളയത്തിന്റെ സമയത്ത് ഫണ്ട് പിരിച്ച് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബാഡ്മാർക്കുള്ള പാർട്ടിയാണല്ലോ ഇത്. അതുകൊണ്ട് അവരെ പറ്റി കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതാണ്. അതായത് KPCCയുടെ 1000 ഭവനങ്ങളെ പറ്റിയാണ് അങ്ങയുടെ ചോദ്യം. അങ്ങ് ആണല്ലോ ഇവിടെ 100 വീടാ ഞാൻ ചോദിച്ചത്. 100 വീട്, 1000 വീടൊന്നും അല്ല, 1000 ഒന്നും ഒരു പ്രതീക്ഷയില്ല, 100 വീടിന്റെ കാര്യമാണ് ചോദിച്ചത്.
പ്രതീക്ഷയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കേക്കൂ, അങ്ങ് ഫേസ്ബുക്ക് എടുത്തിട്ട് KPCC എന്ന് അടിച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന പേജ് KPCC 1000 ഹോംസ് എന്നാണ്. ആ 1000 ഹോംസിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് പാലക്കാട് പരുതൂർ പഞ്ചായത്തിൽ പള്ളിപ്പുറത്ത് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം കൈമാറുന്നതാണ്. ഇത് ഞങ്ങളുടെ 1067ാമത്തെ വീടാണ്. കൃത്യമായ കണക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആണ്. ഇനി എന്റെ എളിയൊരു ചോദ്യം ശ്രീ VPPയോടാണ്. കോടിയേരി 2000 വീട് പ്രഖ്യാപിച്ചിരുന്നു. 200 വീട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? 200 വീട് ചൂണ്ടിക്കാണിച്ചാൽ മതി 2000-ൽ. ഇനി ഞങ്ങളുടെ ചുരുക്കിയാണ് താങ്കൾ തന്നെയാണല്ലോ ഇത്ര നേരം പറഞ്ഞു. ആരും ഒരു ചോദ്യം ചോദിച്ചില്ല. താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. പറയുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, അതിൽ തെറ്റില്ല. അത് വേണമെന്നേ, അത് വേണം. ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കേരളത്തിന് മുമ്പിൽ നിങ്ങൾ ബാധ്യസ്ഥപ്പെട്ട് നിൽക്കുകയാണ്. എന്താ സംശയം? അതുകൊണ്ട് തന്നെയാണ് ഓരോന്നിനും പറഞ്ഞപ്പോൾ വന്നത്. അതിന്റെ അടുത്ത റൗണ്ടിൽ ഞാൻ താങ്കളിലേക്ക് വരാം എന്ന് ഞാൻ പറഞ്ഞോളൂ. 10 സെക്കൻഡിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ആളിലേക്ക് പോകുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ ഉത്തരം മാത്രം പറയാൻ ബാധ്യസ്ഥപ്പെട്ട ആളല്ലോ, എനിക്ക് ചോദ്യം ചോദിക്കാമല്ലോ. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, കഴിഞ്ഞ 9 മാസങ്ങൾ എടുത്ത ലാഗിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന് പോലും സ്ഥലം കണ്ടെത്താൻ സാധിച്ചത്. ആ 9 മാസം സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്താത്തത് സർക്കാരിന്റെ പരാജയമായി. ഏതായാലും അത് കൊള്ളാം. പക്ഷേ നിങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരം നിങ്ങൾ കണ്ടെത്തിയ ഭൂമി എവിടെ എന്ന ചോദ്യമടക്കം നിൽക്കുന്നു. നിങ്ങളെത്ര പിരിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തതയോടെ പറയാൻ കഴിയാത്ത നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇരുട്ടിൽ തപ്പി അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ലല്ലോ വേണ്ടത്. നിങ്ങളാദ്യം നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കൂ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ശ്രീ പ്രേംകുമാറിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ULCCയെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും അധികം പദ്ധതികൾ ടെൻഡറില്ലാതെ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കാമെന്നും അത് പൂർണ്ണമായും അഴിമതിയില്ലാതെ പൂർണ്ണമായും വ്യക്തതയോടെ നാടിനു വേണ്ടി ചെയ്യുന്നതാണെന്ന ധാരണയോടെ ഏറ്റവും അധികം വർക്കുകൾ കൊടുത്ത മുൻ മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ്. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് ക്യാമ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. കൈരളിയാണ് വാർത്ത കൊടുത്തത്. കൈരളി മാത്രമല്ല സർ, കേരളത്തിലെ ഒരുപാട് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു. ഇനി രാഹുൽ മാങ്കൂട്ടം പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം അതിൻ്റെ പേരിൽ വിളിച്ചത് കൈരളി വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ഒരു കെട്ട് പേപ്പറുമായി വന്ന് ഇതാ കാണുന്ന 88 ലക്ഷമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 140 മണ്ഡലങ്ങളിൽ 2.5 ലക്ഷം രൂപ വെച്ച് പിരിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പറയേണ്ടിയെങ്കിലും വന്നു. അത് ആ നിലയിൽ ഇന്നും വ്യക്തതയുള്ളതോ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താവുന്ന നിലയിലോ ആയിട്ടില്ല. ഇവിടെ ശ്രീ പ്രേംകുമാർ, ഞാൻ വരാം സാർ, ഒന്ന് നോട്ട് ചെയ്തോളൂ. ശ്രീ പ്രേംകുമാർ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. പിരിവിൻ്റെ ആദ്യഘട്ടം അങ്ങനെയൊന്നുണ്ടോ? കാരണം മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി വീട് വെക്കാൻ തീരുമാനിച്ച് ഒരു വർഷം പിന്നീട് ഒരു വർഷത്തിലേക്ക് പോകുന്നു. പിരിവിൻ്റെ ആദ്യഘട്ടമെന്നാണ് പറഞ്ഞത്. 2, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും, അല്ലെങ്കിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും ഇപ്പോൾ ചെന്നുപെട്ട് നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത്, അതൊരു പ്രതിപക്ഷ മുന്നണിയിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ഒന്ന് അവരുടെ യുവജന സംഘടനയുമാണ്. ഇത് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്കുള്ള പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ 2 പാർട്ടികളും ജനങ്ങളോട് ഇതുവരെ ഈ നേരം വരെ വിശദീകരിച്ച് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പിരിവിൻ്റെ ആദ്യ ഘട്ടമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ശരത്, ഇത് കോൺഗ്രസിനെ ഇവിടെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് വസന്ത് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ പ്രശ്നത്തിന്റെ വലിയ ഒരു ഗൗരവമുണ്ട്, അത് പറയാനാണ് ശ്രമിക്കുന്നത്. കാരണം ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം അത് വളരെ കൂടുതലാണ്. ആ കോണ്ടെക്സ്റ്റിൽ കേരളത്തെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നായി നിന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുമാണ്. 2018-ലെയും 2019-ലെയും പ്രളയത്തിന് നമ്മളത് കണ്ടതാണ്, കോവിഡ് കാലത്ത് കണ്ടതാണ്. അതേപോലുള്ള ഒരു മൂഡിലായിരുന്നു ലോകമെങ്ങുമുള്ള മലയാളികൾ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം. അന്ന് കണ്ണിൽ ചോരയില്ലാത്തതുപോലെ മനുഷ്യപ്പറ്റില്ലാത്ത നിലപാടെടുത്തത് കേന്ദ്ര സർക്കാരും സംഘപരിവാറുകാരുമായിരുന്നു. ഞങ്ങൾ 5 പൈസ തരില്ല എന്ന് പറഞ്ഞിട്ട് പൈസ തരാതിരുന്നത്. ഏത് ഭരണഘടനയിലാണെങ്കിലും എവിടെയാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളെക്കാൾ ട്രാൻസ്പെറൻ്റായും ഫാസ്റ്റായും പ്രവർത്തിക്കാനും ചെയ്യാനും പറ്റും സന്നദ്ധ സംഘടനകൾക്കും സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടികൾക്കും. അതുകൊണ്ട് തന്നെ 30 വീട് വെച്ച് കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസും 100 വീട് വെച്ച് കൊടുക്കാമെന്ന് കോൺഗ്രസും 50 60 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് മുസ്ലിം ലീഗും സ്വന്തമായ നിലയ്ക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനത്തെ, അതിന്റെ ഉദ്ദേശത്തെ ഞാൻ ആദരിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ
അതിനുശേഷം ഈ 3 കൂട്ടരും ചെയ്ത കാര്യങ്ങൾ സർക്കാരിന്റെ പദ്ധതി ലാഗ് ചെയ്തു എന്ന് തന്നെ സമ്മതിക്കാം, നമുക്ക് തർക്കത്തിന് വേണ്ടി സമ്മതിക്കാം. സർക്കാരിന്റെ പദ്ധതി ലാഗ് ആവും എന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് വേറെ ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത് നോക്കൂ, 30 വീടുകൾ ഉണ്ടാക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. 30 വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ബജറ്റ് അനുസരിച്ച് ചുരുങ്ങിയത് സ്ഥലം അല്ലാതെ 6 കോടി രൂപ വേണം. ഇവരുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 140 മണ്ഡലങ്ങൾ 2 ലക്ഷം വീതം എന്ന് പറഞ്ഞാൽ 2.8 കോടി രൂപ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ടാർഗറ്റ്. കളക്ട് ചെയ്തത് 82 ലക്ഷം രൂപയാണെന്ന് പറയുന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടും വീടുകൾ വയ്ക്കാനോ സ്ഥലം കണ്ടെത്താനോ ഉള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഇത് ഇവർ ഡിഫൻസിലാവുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഏറ്റവും ഗംഭീരമായ ചോദ്യം എന്താണെന്ന് അറിയോ? 1 രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല, ബാങ്കിലുണ്ട് പൈസ എന്നാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചത് ബാങ്കിൽ ഇടാനല്ലല്ലോ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്, പലരും ശിക്ഷിക്കപ്പെടാറുണ്ട്, പലരും ഒഴിഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതിലുള്ള വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത് മണ്ണിലും മഴയിലും പെട്ടിട്ട് മരിച്ചുപോയ മനുഷ്യരുടെ ശേഷിപ്പുകാരെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ കാശ് പിരിക്കുന്നത് കച്ചവടക്കാരിൽ നിന്നല്ല, സമ്മതിക്കുന്നു, നല്ല മനസ്സുള്ള മനുഷ്യരിൽ നിന്നാണ്. ആ പൈസ എടുത്തിട്ടാണ് ഈ മാതിരി തോന്നിവാസങ്ങൾ ചെയ്യുന്നത്. 1 രൂപ പോലും ഞങ്ങൾ വിഡ്രോ ചെയ്തിട്ടില്ല എന്ന് വലിയ വായിൽ പറയാണ്. ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അക്കൗണ്ടിൽ FD ഇടാനല്ല. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, കോൺഗ്രസ് ഡിക്ലെയർ ചെയ്തത് 100 വീടുകളാണ്. 100 വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാശ് സമാഹരിക്കണം? 1 കൊല്ലം കൊണ്ട് അവർ സമാഹരിച്ചു എന്ന് പറയുന്നത് 3.5 കോടി രൂപയാണ്. അപ്പൊ പറയുന്ന കാര്യവും ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ രാജു പി നായരോട് നിങ്ങൾ എത്ര കാശ് പിരിച്ചു എന്ന് പറയുമ്പം അദ്ദേഹം അതിന് എന്തൊക്കെയോ മറുപടികളാ പറയുന്നത്. പിണറായി വിജയന് പാദസേവ ചെയ്യാണെന്നൊക്കെയാണ്. പിണറായി വിജയന്റെ അകത്ത് കക്ഷിയല്ല, സർക്കാരിന്റെ ഡിലേ ആയി എന്ന് തർക്കത്തിന് സമ്മതിച്ചാൽ പോലും മുസ്ലിം ലീഗ് ചെയ്ത് ഇതിനേക്കാൾ ആവൽക്കരമായ കാര്യമാണ്. കാരണം വയനാട്ടിൽ ഭൂമി വാങ്ങുന്ന സമയത്ത് ഏതൊരാളും ശ്രദ്ധിക്കുക, അത് തോട്ടഭൂമി അല്ല എന്നുള്ളതാണ്. ഇവർ വാങ്ങിച്ചിരിക്കുന്നത് തോട്ടഭൂമിയാണ്. അതാണ് ആളുകൾക്ക് എന്താ പറയുക മുറിച്ചു കൊടുത്ത് അവിടെയാണ് വീട് വെക്കാൻ വിചാരിക്കുന്നത്. ശരത്തിന് അറിയാം, കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം നിങ്ങളോ ഞാനോ ഒരു തോട്ടഭൂമി അറിഞ്ഞോ അറിയാതെയോ വാങ്ങി 50 കൊല്ലം കഴിഞ്ഞാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തോട്ടഭൂമിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളെ അവിടെ നിന്ന് പുറത്താക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്നത്, ദുരന്തത്തിനേക്കാൾ വലിയ ദുരന്തത്തിലെത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ട, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും പ്രോമിസ് ചെയ്ത വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് കരുതി 15 ലക്ഷം രൂപ വാങ്ങിച്ച് ആ ഓപ്ഷൻ എടുത്ത മനുഷ്യന്മാരെയാണ് ഇവർ പിന്നെയും വഴിയാധാരമാക്കിയിരിക്കുന്നത്. കാശെടുത്ത് ആരെങ്കിലും പുട്ടടിച്ചോ എന്നുള്ളതിനേക്കാൾ വലിയൊരു കൺസേൺ എന്നെ സംബന്ധിച്ചിടത്തോളം, നാളെ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഇതേപോലുള്ള രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെയാണ് വരേണ്ടത്. ആ ദുരന്ത സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സകല പ്രവർത്തകർ അവിടെ കൈ മെയ് മറന്ന് പ്രയത്നിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം സാമ്പത്തിക ഇടപാടുകളുടെ കാര്യം വരുന്ന സമയത്ത് ഇവർ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലായ്മ. 100 വീടുകൾ വെക്കാൻ ചുരുങ്ങിയത് വേണ്ടത് 20 കോടി രൂപയാണ്. കേരളത്തിലെ കോൺഗ്രസ് പിരിച്ചിരിക്കുന്നത് അവർ പറയുന്നത് 3.5 കോടി രൂപയാണ്. അതും KPCC അക്കൗണ്ടിലിട്ട് തിരിക്കുകയാണ്. ഈ 1 വർഷക്കാലമായിട്ട് വീടില്ലാതായി പോയ ആളുകൾക്ക് വീടുകളുമില്ല, സർക്കാർ കൊടുക്കുന്ന വീടുകളും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഈ കോൺട്രാക്ട് എടുത്ത എന്താ പറയുക സഹകരണ സംഘത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ അടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് മറ്റൊരു കോൺട്രാക്ട് കൊടുത്ത കേസിൽ ഇന്ത്യയിലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ULCCS എന്ന് പറയുന്നത് കഴിഞ്ഞ 100 വർഷത്തെ അവരുടെ ഹിസ്റ്ററി വെച്ചുകൊണ്ട് ടെൻഡർ ഇല്ലാതെ 10% അഡീഷണലിൽ വർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പനിയാണെന്നാണ്. അല്ല, അങ്ങനെ കേരളത്തിൽ കൊടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഏറ്റവും അധികം. ഞാനതാ പറയണത്, ഏറ്റവും കൂടുതൽ വർക്ക് ULCCSന് കൊടുത്തിട്ടുള്ളത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ്. ഈ കാർഡ് ഇവർ മുമ്പ് ഇറക്കിയിരുന്നതാണ്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശങ്കരനാരായണൻ തമ്പി ഹാൾ റിനോവേറ്റ് ചെയ്യാൻ ULCCSന് കൊടുത്തു എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കിയപ്പം അന്നത്തെ സ്പീക്കർ UDFന്റെ എത്ര MLA മാർ എൻ്റെ മണ്ഡലത്തിലുള്ള എന്താ പറയുക MLA ഫണ്ട് വിനിയോഗം ULCCയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു സഹകരണ സ്ഥാപനമാണത്. NHAI ഏൽപ്പിച്ച വർക്ക് കേരളത്തിൽ ഏറ്റവും ആദ്യം തീർത്തത് ULCCS ആണ്. ആഗോള കമ്പനികൾ, ഭീമൻ കമ്പനികൾ, അദാനിയുടെ വർക്ക് ഡിലേ ആവുന്നിടത്താണ് ULCCS ഏറ്റെടുത്ത ചെങ്കള തലപ്പാറ CT റോഡ് എന്ന് പറഞ്ഞ റോഡാണ് ആദ്യം കഴിഞ്ഞിട്ടുള്ളത്. അപ്പം വേറെ ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോഴാണ് ഇവർ ULCCSന്റെ തലയ്ക്ക് കയറുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്
ഏറ്റവും നല്ല മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു ശ്രമമാണ്. അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇത് പൊളിറ്റിക്കലായിട്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. CPM-നെതിരെയോ VPP മുസ്തഫയ്ക്കെതിരെയോ കൈരളിക്കെതിരെയോ പറയേണ്ട കാര്യമല്ല. ഈ നന്മ നമുക്ക് തുടരേണ്ടതുണ്ട് നാട്ടിൽ. അതുകൊണ്ട് പറ്റിപ്പോയ അബദ്ധങ്ങൾ സമ്മതിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. 10 പേർക്കാണ് വീടെങ്കിൽ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കുക. ഇത്രയേ പിരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് ചെയ്യുക. അത് ചോദിക്കുന്ന ജനങ്ങളെ തെറി വിളിക്കുകയും അവരെ എന്താ പറയുക പാദസേവ ചെയ്യുകയാണ്. DYFIക്കാർ എന്താ പറയുക ഗുണ്ടാ പിരിവ് നടത്തണം അല്ലല്ലോ. ആക്രി പെറുക്കുന്ന മാക്രികൾ എന്നാണ് ഇവർ വിളിച്ചിരുന്നത്. ആക്രി പെറുക്കി വിറ്റിട്ട് കൂടിയാണ് 25 വീട് ഡിക്ലെയർ ചെയ്ത് DYFI 100 വീടിനുള്ള ഫണ്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ സർക്കാരിനെ ഏൽപ്പിക്കേണ്ട. സർക്കാരിന് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ വർത്താനം കേട്ടിട്ട് വീട് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്ന 100 ചില്ലാനം കുടുംബങ്ങളുണ്ട് വയനാട്ടിൽ. അവരെ പിന്നെയും ദുരന്തമുഖത്തേക്ക് വിടരുത്. ഇനിയും 3 മാസക്കാലം കൂടെയാണ് സർക്കാർ അവർക്ക് വാടക കൊടുക്കുക നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച്. അതിനുശേഷം അവരെ പിന്നെയും ഒരു ദുരന്തത്തിലേക്ക് തള്ളിയിടുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്, ലീഗ് ചെയ്യുന്നത്, യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നത്. നിങ്ങളെ ക്യാമ്പിൽ അടിയുണ്ടായിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം, അതല്ല ഇവിടെ വിഷയം. ഞാൻ ശ്രീ VPP മുസ്തഫയിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായിട്ട് ഇത് ചർച്ച ചെയ്ത് വരികയാണല്ലോ. അതായത് ഈ വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ രക്ഷാധികാരി പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്ത സ്റ്റേറ്റ് തല പരിപാടി ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് പുനരധിവാസം, അവിടെയാണ് മോഡൽ ടൗൺഷിപ്പ് പദ്ധതി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ് ഇതുപോലെ തന്നെ ചർച്ചയിൽ പറഞ്ഞത്. അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ DYFIയെ പ്രതിനിധീകരിച്ച് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, മറ്റ് സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ആശയം ആദ്യ യോഗത്തിൽ തന്നെ വെച്ചു. അതായത് മോഡൽ ടൗൺഷിപ്പാണ്. അവിടേക്ക് ഈ സന്നദ്ധരായി പണം നൽകാൻ സന്നദ്ധരായവർക്കെല്ലാം സർക്കാരിലേക്ക് പണം നൽകാം. സർക്കാർ അതിലെ നോഡൽ ഏജൻസിയായി നിന്ന് അത് ചെയ്തു തീർത്തു കൊടുക്കും. ആ രീതിയിലാണ് സർക്കാരിൻ്റെ ആശയം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. പക്ഷേ അന്ന് തന്നെ ലീഗ് അതിനോട് വിയോജിച്ച് അല്ലെങ്കിൽ ലീഗ് വ്യത്യസ്തമായി നീങ്ങുന്നുവെന്ന നിലപാട് സ്വീകരിച്ചു. സനോജ ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ ആ ചർച്ചയിൽ അന്ന് പങ്കെടുത്ത കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പോലും അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ആക്ഷേപം വെച്ചിട്ടല്ല, അവർ കേട്ടിരുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ അതിനോട് വിയോജിച്ചില്ല എന്ന് ആ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ സാന്ദർഭികമായി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. കാരണം അത് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെന്നേ. അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വർത്തമാനം പറഞ്ഞു പോകാനും കഴിയില്ല. ശ്രീ VPP മുസ്തഫ, ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യവും പ്രശ്നവുമാണ്. ആ പ്രശ്നത്തിൽ വളരെ വലിയ തോതിൽ താങ്കൾ സംശയിക്കുന്നത് എന്താണ്? കാരണം നല്ലൊരു സാഹചര്യമാണ്. നല്ലത് എന്ന് പറയുന്നത് മോശാർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം, നല്ല അർത്ഥത്തിലും എടുക്കാം. സാഹചര്യം അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. പിരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വന്നു. ആരും പണം തരുന്നു. UDF എന്ന് പറയുന്നതും കോൺഗ്രസ് അതിലെ തന്നെ കോൺഗ്രസും ലീഗ് എന്നൊക്കെ പറയുന്നത് നല്ല സ്വാധീനമുള്ള സംഘടനകൾ തന്നെയാണ്. പണം അവരാവശ്യപ്പെട്ടാൽ, നേതാക്കൾ ആവശ്യപ്പെട്ടാൽ, തീരുമാനിച്ചാൽ നൽകാൻ കഴിയുന്നവരുണ്ട് കേരളത്തിനകത്തും പുറത്തും. അപ്പോൾ ആ നല്ലൊരു സാഹചര്യം വരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾക്കപ്പുറത്തേക്ക് പണം ഈ പറഞ്ഞ സംഘടനകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അത് അങ്ങനെയാണെങ്കിൽ വഴി മാറി ചെലവഴിച്ചിട്ടുണ്ടോ? അങ്ങനെയും ന്യായമായി സംശയിക്കാമോ? ഈ പറഞ്ഞതൊന്നുമല്ല കണക്കുകളും യാഥാർത്ഥ്യങ്ങളും എന്ന പ്രശ്നം അവരെയും വല്ലാതെ വേട്ടയാടുന്നുണ്ടോ? താങ്കൾ എന്താണ് അതേക്കുറിച്ച് കാണുന്നത്? അവിടെ നേരത്തെ പ്രേംകുമാർ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷവും വാങ്ങി. അത് കൊടുത്തു കഴിഞ്ഞു, സർക്കാർ വാങ്ങി. അപ്പുറത്ത് ടൗൺഷിപ്പിൻ്റെ പണി നടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം തന്നെ പൂർത്തിയാകും, ഒക്ടോബറോടെ എന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. പൂർത്തിയാക്കാൻ കഴിയും വിധത്തിലേക്ക് ഒക്ടോബർ ഡിസംബറൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ വീട് വേണ്ട, അതിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് 15 ലക്ഷം വാങ്ങി നിന്ന ആളുകളെ കൂടുതൽ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന നിലയാണോ? അവർ കുറേയൊക്കെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ലീഗും ഉറപ്പുള്ള വിശ്വാസമുള്ള ഭൂമിയിൽ വീട് എന്നായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അവരെയൊക്കെ വഞ്ചിക്കുന്ന നിലപാട് കൂടിയാണോ ഇവർ സ്വീകരിച്ചിട്ടുള്ളത്? അല്ല, അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് ശരത്തേ ഇത് കേവലമായ കക്ഷി രാഷ്ട്രീയ വഴക്കിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് വസന്ത് ശ്രമിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധി. അദ്ദേഹം എന്താ പറഞ്ഞത്? CPM പ്രഖ്യാപിച്ച വീടെവിടെ? വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് അല്ലല്ലോ CPM 2000 വീട് പ്രഖ്യാപിച്ചത്. അത് അതിനും മുന്നേ ഞങ്ങളുടെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനം, ഈ പാർട്ടി കോൺഗ്രസിനും മുന്നേയുള്ള പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനമായിട്ടാണ് CPIM-ന്റെ ലോക്കൽ കമ്മിറ്റികൾ, കേരളത്തിലെ ലോക്കൽ കമ്മിറ്റികൾ സ്നേഹ വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചത്. ഇതിനകം 1200ഓളം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു.
അത് വസന്തിന് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും. വസന്തിനെ ഞാൻ സ്നേഹപൂർവ്വം കോട്ടയത്തു നിന്നുള്ള ചെലവ് ഉൾപ്പെടെ ഞാൻ വയ്ക്കാം. നമ്മളിപ്പോൾ ഈ ചാനൽ ചർച്ചയിലെ സുഹൃത്തുക്കളും കൂടിയാണല്ലോ, എൻ്റെ നാട്ടിലേക്ക് ഒന്ന് വന്നോളൂ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് വസന്തി, അത് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് താരതമ്യേന സ്വാധീനം കുറഞ്ഞൊരു പഞ്ചായത്താണ്. UDF ആണ്, എത്രയോ കാലമായിട്ട് 50 വർഷത്തിലധികമായി UDF ഭരിക്കുന്നു. ലീഗും കോൺഗ്രസുമാണ് പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ്. ഞങ്ങൾ അവിടെ നിർമ്മിച്ചു കൊടുത്തത് ഈ 2 വർഷത്തിനുള്ളിൽ ഒന്ന് തൃക്കരിപ്പൂരിലെ എടാട്ടുമലിൽ ചിരുതേട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീക്കാണ്. അവര് CPM-കാരിയല്ല, അവര് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ജനതാദളിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. 2 വയലോടി എന്ന് പറയുന്ന സ്ഥലത്ത് ഭാസ്കരൻ എന്ന് പറയുന്നയാൾക്കാണ്, അദ്ദേഹം പരമ്പരാഗത കോൺഗ്രസ് വിശ്വാസിയാണ്. 3 തൃക്കരിപ്പൂരിലെ ചെറുകാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിധവക്കാണ്, ഞാൻ അവരുടെ പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, ഒരു വിധവക്കാണ്. അവർ BJP അനുഭാവമുള്ള കുടുംബത്തിലായിരുന്നു. അവരുടെ മകൻ ഇപ്പോൾ SFIയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അതിൻ്റെ ഏരിയ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ 5 വീടുകൾ, മറ്റൊന്ന് കുളത്തിൽ മുങ്ങി മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്, ഇങ്ങനെ 5 വീടുകൾ എൻ്റെ പഞ്ചായത്തിൽ മാത്രം ഈ കഴിഞ്ഞ 2-2.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ആ സ്നേഹ വീടുകൾ വലിയ നിലയിലാണ്. അതിൽ ഈ ഞാൻ പറഞ്ഞ ചെറുകാനത്തെ വീടിൻ്റെ താക്കോൽ ദാനത്തിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെയാണ് പങ്കെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളത് നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മാത്രം ഏതാണ്ട് 40-ലധികം വീടുകൾ ഇതിനകം നൽകി കഴിഞ്ഞു. കേരളത്തിലാകെ 14 ജില്ലയിലും എടുത്തപ്പോൾ 1200-ലധികം വീടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് CPIM നൽകുന്ന വാഗ്ദാനത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ആശങ്കയും ഉണ്ടായിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ദുരന്തത്തെ മുൻനിർത്തി ഞങ്ങൾ നാട്ടിന്നാകെ പ്രേംകുമാർ പറഞ്ഞതുപോലെ ആ ദുരന്തത്തിൽ മനസ്സലിഞ്ഞ് ലോകത്താകെയുള്ള മലയാളികൾ ഇന്ന് പിരിച്ച് ഉണ്ടാക്കിയതല്ല, അതത് സ്ഥലത്തെ ആ ലോക്കൽ കമ്മിറ്റികൾ ഫണ്ട് കണ്ടെത്തി പിരിച്ചു നിർമ്മിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സ്വാധീനം കുറഞ്ഞ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പോലും ഞങ്ങൾ ഇതിനകം 5 വീടുകൾ ഈ കഴിഞ്ഞ 2.5 വർഷം. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ, തൃക്കരിപ്പൂര് കോൺഗ്രസ് ഭരിക്കുന്ന അതിൻ്റെ ആളുകളാണ് ആ പഞ്ചായത്ത് ഭരണത്തിലെ പ്രധാനപ്പെട്ട കക്ഷി. ഇന്ന് വരെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഭാസ്കരന് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടി വന്നത്. അതാണ് അതിൻ്റെ സ്ഥിതി. 2, നിങ്ങൾ എന്താ വസന്ത ചെയ്തിരിക്കുന്നത്? ഇപ്പൊ വസന്ത് പറയുന്നു അങ്ങനെ കോൺഗ്രസ് ക്യാമ്പിൽ, യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ യോഗം കൂടിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ പ്രഖ്യാപിച്ചൊരു വലിയ പ്രഖ്യാപനം, അത് ഈ കേരളത്തിന്റെ ഒരു ദുരന്ത മുഖത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാന്നിധ്യം കാണിക്കാൻ വേണ്ടി നിങ്ങൾ പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപനം 1 വർഷമായിട്ടും യാഥാർത്ഥ്യമാകുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു സംസ്ഥാന ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? പിന്നെ ഏത് വിഷയമാണ് നിങ്ങൾ പരിശോധിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നതിനെ ന്യായീകരിക്കുന്നത് അതിനേക്കാൾ വലിയ അബദ്ധമായിട്ട് മാറും. നിങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്. 1 വർഷമായിട്ട് എന്തേ നമ്മൾ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിയാത്തത്? അതിന് വസന്ത് പറഞ്ഞ ന്യായം എന്താ? സർക്കാർ ഭൂമി തന്നില്ല എന്നാണ്, പിണറായി വിജയൻ ഭൂമി തന്നില്ല എന്നാണ്. എവിടെയാണ് യൂത്ത് കോൺഗ്രസോ ലീഗോ നിർമ്മിക്കുന്ന വീടുകൾക്ക്? അല്ല, ഏത് സന്നദ്ധ സംഘടനയും രാഷ്ട്രീയ പാർട്ടിയും നിർമ്മിക്കുന്ന വീടുകൾക്ക് സർക്കാർ ഭൂമി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസത്തിനു വേണ്ടി പ്രത്യേകം യോഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നില്ലേ? ആദ്യം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമായിരുന്നു ശരത്തെ. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ ടൗൺഷിപ്പ്, ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടൗൺഷിപ്പ്, അതിൻ്റെ പ്ലാൻ, ഡിസൈൻ, അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ആ ടൗൺഷിപ്പിന്റെ കാര്യം ചർച്ച ചെയ്യുന്നു. അതിന് അംഗീകാരം തരുന്നു സർവകക്ഷി യോഗം. 2ാമത്തെ യോഗം ഏതായിരുന്നു? സന്നദ്ധ സംഘടനകളുടെ ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത, ഈ പുനരധിവാസത്തിനു വേണ്ടി പല വിധത്തിലുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം പ്രതിനിധികളുടെ യോഗം, അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ആ യോഗത്തിൽ പറഞ്ഞോ മുഖ്യമന്ത്രി നിങ്ങളെല്ലാം വീട് സ്വയം നിർമ്മിച്ചോളൂ, ഗവൺമെന്റ് ഭൂമി എടുത്തു തരാമെന്ന്? ഇല്ലല്ലോ. ആ യോഗത്തിനും പല സംഘടനകളും പറഞ്ഞു ഞങ്ങളുടേതായ നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കും. അങ്ങനെ ഏതാണ്ട് 20-ലധികം വീടുകൾ ഇതിനകം വയനാടിൽ നിർമ്മിക്കുകയും ദുരന്തബാധിതർക്ക് അത്തരം സംഘടനകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയാണ് ആ വീടുകൾ സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചതാണ്, അവർ തന്നെ ഭൂമി കണ്ടെത്തി നിർമ്മിച്ചതാണ്. അല്ലാതെ സർക്കാർ എവിടെയെങ്കിലും സന്നദ്ധ സംഘടനകൾ സ്വയമേവ നിർമ്മിക്കുന്ന വീടുകൾക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കാമെന്ന് ഒരു വാഗ്ദാനവും ചെയ്തിട്ടില്ലല്ലോ. സർക്കാരിന് തന്നെ ഭൂമി കണ്ടെത്താൻ
ഹൈക്കോടതിയിൽ ഉൾപ്പെടെ വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വന്ന സുപ്രീം കോടതി സാഹചര്യമല്ലേ വരെ. ഉണ്ടായത്. പിന്നെ എങ്ങനെയാണ് ഈ സംഘടനകൾക്കെല്ലാം സർക്കാർ ഭൂമി കണ്ടെത്തി Yes, കൊടുക്കുക? മുസ്തഫ, അവിടെ എൻ്റെ ഒരു ചോദ്യം ന്യായം പറഞ്ഞത് Yes. യഥാർത്ഥത്തിൽ ഇവിടെ എൻ്റെ ഒരു ചോദ്യത്തിലേക്കൂടെ ഒന്ന് ചെറുതായി, അതായത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം അടുക്കുന്ന ഈ പിരിവ്, ആ പിരിവിലൂടെ ഞാൻ ചോദിച്ച അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്, പണം വരാത്തതാണോ വന്ന പണം വകമാറ്റിയതാണോ? താങ്കൾ എന്ത് സംശയിക്കുന്നു? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ മലയാളികൾ നല്ല മനസ്സലിവുള്ളവരാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള ദുരന്ത മുഖങ്ങളിൽ. അതുകൊണ്ട് പണം വന്നിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതുന്നത്. കോൺഗ്രസ് പോലെ കേരളത്തിൽ ഇപ്പോഴും നിർണായകമായ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനം പൈസ ചോദിച്ചിട്ട് ഇതുപോലെ ഒരു ദുരന്തത്തിന്റെ പുനരധിവാസ ആവശ്യത്തിന് പണം ചോദിച്ചാൽ ആളുകൾ കൊടുക്കാതിരിക്കുമോ? അങ്ങനെ കൊടുക്കാതിരിക്കണമെങ്കിൽ പിന്നെ ശരത്തെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവര് ഈ പുറത്ത് കാണിക്കുന്ന ബാഹ്യമായ കാര്യങ്ങളിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ആന്തരികമായി കേരളത്തിലെ കോൺഗ്രസിനെയും അതിന്റെ നേതൃത്വത്തെയും ജനങ്ങൾക്ക് വിശ്വാസമില്ലാന്നല്ലേ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇവരെ ഏൽപ്പിച്ചാൽ നടക്കൂലെന്നല്ലേ. അനുഭവങ്ങൾ ഉണ്ടാകാം കോൺഗ്രസുകാർക്ക്. CM സ്റ്റീഫന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കാന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് പണം പിരിച്ചിട്ട് ഇന്ന് വരെ എത്രയോ വർഷമായി, 40-50 വർഷം കെട്ടായി, ഇതുവരെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ പലതരത്തിലുള്ള പിന്നെ പിരിവുകെട്ട തട്ടിപ്പിന്റെ കഥകൾ കോൺഗ്രസിനകത്ത് അന്ന് തൊട്ടിന്നോളം സുലഭമാണ്. അതുകൊണ്ടാണല്ലോ കെ കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പിന്നെ മന്ദിരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പൊ തന്നെ, കാരണം ഇല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല എന്നുള്ളത് കൊണ്ടായിരിക്കണം പിരിച്ചു നടത്തിയത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളുണ്ട്. എന്നാൽ ലീഗ് നടത്തിയത് അതിനേക്കാൾ വലിയ തട്ടിപ്പല്ലേ. ഇപ്പോ വസന്ത് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ചോദിച്ചിട്ട് സർക്കാർ ഭൂമി കൊടുത്തിട്ടില്ല. എന്നാൽ ഭൂമി സ്വയം കണ്ടെത്തിയ ലീഗ് ചെയ്തത് എന്താ? 11 ഏക്കർ ഭൂമി. എവിടെയാണ് തോട്ടം ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ അനുവാദം കിട്ടുക? നിലവിൽ രാജ്യത്താകെയുള്ള നിയമം വെച്ചിട്ട് തന്നെ 5% പ്ലാന്റേഷൻ പിന്നെ തോട്ടേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് തന്നെ സംരംഭങ്ങളോ മറ്റ് സംവിധാനങ്ങൾക്കോ ആണ്, അല്ലാതെ ഇതുപോലെ വീട് നിർമ്മിക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് പറ്റും. അതിലാണെങ്കിൽ ശരത്തെ 2 തരത്തിലാണ് തട്ടിപ്പ് വന്നിരിക്കുന്നത്. ഈ പിന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത ഭൂമി എടുത്തു എന്നുള്ളത് മാത്രമല്ല, അതിന്റെ പേരിൽ 2 തവണയാണ് രജിസ്ട്രേഷൻ. ഒന്ന് ആദ്യം ഈ ഭൂ ഉടമകളിൽ നിന്ന് ലീഗിന്റെ പ്രസിഡന്റായ സാദിഖ് അലി തങ്ങളുടെ പേരിലേക്ക്. ഇനി സാദിഖ് അലി തങ്ങൾ ഈ ഉപഭോക്താക്കൾ എത്രയാണോ ലീഗ് തെരഞ്ഞെടുക്കുന്നത് അവരുടെ പേരിലേക്ക്. അപ്പൊ 2 തവണ ഈ ഭൂമി കൈമാറ്റത്തിന്റെ രജിസ്ട്രേഷനും ആധാരവും എല്ലാം നടത്തണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെ എത്ര കോടിയാണ്? ഈ ഭൂമി വാങ്ങിയതിൽ 8 കോടി അധികം വില കൊടുത്തു. മാർക്കറ്റ് വിലയുടെ 65,000ന്റെ നേരെ ഇരട്ടി കൊടുത്തിട്ട് 8 കോടി രൂപ അതിൽ മാത്രം ലീഗ് വെട്ടിച്ചു. അതിന് പുറമെയാണ് 2 തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരുന്നതിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഇനത്തിലും മറ്റൊരു 2 കോടി. ഈ ആളുകളിൽ നിന്ന് പണം പിരിച്ച് ഇങ്ങനെ തട്ടിപ്പും ദൂർത്തും നടത്തുക എന്ന് പറയുന്നത് അതിൽ ലീഗിനെ കുറിച്ച് പുതിയതല്ല. നേരത്തെ ഉന്നാവ കത്വ വലിയ നിലയിൽ രാജ്യമാകെ ശ്രദ്ധിച്ച സംഭവമല്ലേ. യൂത്ത് ലീഗിൽ ഉണ്ടായ പടലപ്പിണക്കം അതിന്റെ പേരിലല്ലേ. അന്നത്തെ ചില യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹികൾക്കെതിരെ യൂത്ത് ലീഗ് നടപടിയെടുക്കാൻ നിർബന്ധിതമായത് ആ ഫണ്ട് തട്ടിപ്പിന്റെ പേരിലല്ലേ. ഇങ്ങനെ എത്ര വിഷയങ്ങൾ കിടക്കുന്നു നമ്മുടെ മുന്നിൽ. അപ്പോ ഇത് രണ്ടും ഇവർ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി ആളുകൾ പണം കൊടുത്തിട്ടില്ലേ അത് വേറെ നോക്കണം. പക്ഷെ അപ്പോഴും ലീഗിന് 40 കോടി വന്നു. അത് ലീഗ് നേതാക്കൾ സമ്മതിച്ചിരിക്കുകയാണ്. ലീഗിന് 40 കോടി കിട്ടുമെങ്കിൽ ലീഗിനേക്കാൾ വലിയ പാർട്ടിയായ കോൺഗ്രസിന് വെറും 1 കോടി മാത്രമേ കിട്ടുള്ളൂ. വസന്ത് പറഞ്ഞത് 1 കോടി കിട്ടിയതാണ്. ലീഗിനേക്കാൾ വലിയ പാർട്ടിയല്ലേ കോൺഗ്രസ്. കോൺഗ്രസിന് 1 കോടിയേ കിട്ടുള്ളൂ. ന്യായമായിട്ടും ആളുകൾ സംശയിക്കും. ശരി, ഓക്കെ. അതുതന്നെയാണ് വസന്ത് ഇതിലെ ഒരു പ്രശ്നം. കാരണം 100 വീട് കോൺഗ്രസിന് വെക്കണമെങ്കിൽ ഏതാണ്ട് 20 കോടി വേണം. ഏതാണ്ട് 1 വർഷത്തോളമാകുന്നു പിരിവ് തുടങ്ങിയിട്ട്. ഇപ്പോഴും കിട്ടിയത് 3 കോടി. മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 88 ലക്ഷമോ മറ്റോ, ഇപ്പോൾ ഏതാണ്ട് 1 കോടിക്കടുത്ത് അക്കൗണ്ടിലുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ 30 വീടിന് 2 കോടി 80 ലക്ഷമാണ് എസ്റ്റിമേറ്റ് ഇട്ടത്. ഇത് വല്ലാത്തൊരു, അങ്ങനെ നിൽക്കുമ്പോഴാണ് 1 വർഷമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഈ പണം എത്തിയിട്ടില്ല എന്ന് പറയുന്നിടത്താണ് സംശയം നിൽക്കുന്നത്. ഒന്നുകിൽ വന്ന പണം വക മാറ്റിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങൾ പണം നിങ്ങൾക്ക് തരുന്നില്ല 1 വർഷമായിട്ടും. ഇതല്ലേ അവസ്ഥ? ജനങ്ങൾ പണം തരുന്നുണ്ടോ എന്നത് നിങ്ങൾ ഈ വയനാട് ഫണ്ട് വിവാദത്തിന് മുമ്പ് നിങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ട് നടന്നത്, പ്രചണ്ഡ പ്രചരണം നടത്തിയിരുന്നത് KPCCയുടെ 1000 വീട് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ 1176 വീടിന്റെ തറക്കല്ലിട്ട് താക്കോല് കൈമാറുന്നതിന്റെ ഫോട്ടോ, അതിന്റെ ലിസ്റ്റ് കാണിച്ചു.
അത് കാണിച്ചിട്ട് ഞാൻ തറക്കല്ലിട്ട് താക്കോല് കൈമാറുന്നത് എങ്ങനെയാ? അല്ല എനിക്ക് ഇടയ്ക്ക് മനസ്സിലായില്ല. ഞാൻ നിശബ്ദമായി അല്ല എങ്കിൽ അങ്ങ് ചർച്ച നടത്തിക്കോളൂ. ഞാൻ വസന്ത്, നിങ്ങൾ പറഞ്ഞതിൽ ഒരു പെശകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. തറക്കല്ലിട്ട് താക്കോല് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുള്ളൂ. അങ്ങ് വെറുതെ പ്രകോപിപ്പിച്ച് എന്റെ പോയിന്റുകളിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ 3 പേർ ഒരു സൈഡിൽ ചർച്ച ആയിക്കോളൂ, നിങ്ങൾ പറയൂ. ഒരാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വായിൽ കയറി തോക്കെടുത്ത് വെടിവെക്കാനാണെങ്കിൽ ആ ചർച്ച നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയാൽ മതി. ജനാധിപത്യ മര്യാദയില്ലാത്ത ചർച്ചയിൽ കോൺഗ്രസ് ഉണ്ടാവില്ല. 20 കോടിയിൽ 3 കോടിയെ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതനാവുന്ന എനിക്ക് മനസ്സിലാവും. 2,80,00,000 പിരിക്കാൻ 1 വർഷമായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 88 ലക്ഷം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രകോപിതനാകുന്നെങ്കിൽ അതിൽ തന്നെ പ്രശ്നമുണ്ട്, പെശകുണ്ട് വസന്തേ. അത് പറയുന്നതിനിടയിൽ അങ്ങ് ഇടപെടുകയാണോ? ഞാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല സാർ. നിങ്ങൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് പറയാൻ തുടങ്ങിയ ഞാനും പറയും. അത് നിൽക്കട്ടെ. തറക്കല്ലിട്ട് താക്കോൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? എന്താണ് വസന്തേ? തറക്കല്ലിട്ട് താക്കോൽ കൊടുത്തു എന്നാ നിങ്ങൾ പറഞ്ഞത്. അതെങ്ങനെയാണ്? ഒരു വീട് പണിയുന്നു, തറക്കല്ലിടുക എന്ന് എന്താണ് അർത്ഥം? നിങ്ങൾ കല്ല് വെച്ചു എന്നല്ലേ? കല്ല് വെച്ചാൽ താക്കോൽ കൊടുക്കാൻ പറ്റുമോ? അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കിയെടുക്ക്. ഇനി പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞതിലൊരു അപാകത ഉണ്ടെന്നേ ഞാൻ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചോളൂ. ആയിക്കോളൂ, അത് ശരി. വസന്ത് പറഞ്ഞത് തറക്കല്ലിട്ട് താക്കോല് കൊടുത്തു. ഞാൻ ചോദിച്ചു, തറക്കല്ലിട്ടാൽ ഉടൻ താക്കോല് കൊടുക്കാൻ പറ്റുമോ? തറക്കല്ലിടുക എന്ന് പറഞ്ഞാൽ ഒരു വീടിന് കല്ല് വെക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? പണി തുടങ്ങുന്നു എന്നല്ലേ അർത്ഥം? പണി തുടങ്ങിയാൽ താക്കോല് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒന്നുമല്ല ചോദിച്ചത്, നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങ് തുടങ്ങിയില്ലേ? ഞാൻ എന്താണ് സാർ വേണ്ടതേ? ശ്രീ ശരത്, തറക്കൽ ഇടുകയും അതിനുശേഷം പണി പൂർത്തീകരിച്ചാണല്ലോ അങ്ങനെ. അതൊന്നും അതിലുണ്ടായിരുന്നില്ല. തറക്കല്ലിട്ട് താക്കോല് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തറക്കല്ലിട്ട് അത് പൂർത്തീകരിച്ചു എന്നതിന്റെ പ്രയോഗമാണത്. ശരി ശരി ശരി. ഞാൻ ഏതായാലും ഒരു പുസ്തകമൊക്കെ എഴുതി നിങ്ങളുടെ സർക്കാർ ആദരിച്ചിട്ടുള്ള അവാർഡ് കിട്ടിയ ആളാണ്. എന്നെ മലയാളം കൂടി അങ്ങ് പഠിപ്പിക്കണ്ട. നിങ്ങൾ താക്കോൽ കൊടുത്തെങ്കിൽ ഇതാ പണി പൂർത്തിയാക്കി താക്കോൽ കൊടുത്തു എന്നല്ലേ സാധാരണ എഴുതുക. തറക്കല്ലിടുമ്പോൾ ഫോട്ടോ ഇട്ട് കാണും. മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം വീട് പൂർത്തിയാക്കുമ്പോൾ അടുത്ത ഫോട്ടോ ഇട്ട് FB പോസ്റ്റ് ഇട്ട് കാണും. ഈ വ്യത്യാസമൊക്കെ നമുക്കും മനസ്സിലാവുന്നേ. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ പഴയ 1000 വീട് നിൽക്കാതെ 20 കോടി പിരിക്കാൻ ഇറങ്ങിയ നിങ്ങൾക്ക് 3 കോടിയെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും നിങ്ങൾ ആളെ കൊണ്ടുവരേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് പിരിക്കാൻ 2,80,00,000 ടാർഗറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വെറും 88 ലക്ഷമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ കണക്ക് ബോധ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ പ്രശ്നം. അത് പറഞ്ഞാൽ തീരും ഈ വിഷയം. പറയാം. എനിക്ക് ഞാൻ പറഞ്ഞു വന്ന പോയിന്റിന് 1 മിനിറ്റ് വേണം. ഇടപെടരുത്. 1 or 2 എടുത്തു. ആ പ്രയോഗത്തിൽ കടിച്ചു തൂങ്ങരുത് അങ്ങ്. അതൊരു പ്രയോഗമാണ്. തറക്കല്ലിട്ട് താക്കോല് കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരി, താക്കോല് കൊടുക്കണമെങ്കിൽ അത് പൂർത്തീകരിക്കണ്ടേ? ഞാൻ വളരെ കൃത്യമായി നിങ്ങളുടെ ആദ്യകാലത്തെ പ്രചണ്ഡ പ്രചരണം KPCC 1000 വീട് എവിടെ എന്നുള്ളതായിരുന്നു. അതിന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലും സാധ്യമായ എല്ലാ മാധ്യമങ്ങളിലും ട്രാൻസ്പെറൻസിയോടുകൂടി ആർക്കും കൈരളിക്ക് വരെ പരിശോധിക്കാവുന്ന രീതിയിൽ 1176 വീടുകളുടെ താക്കോൽ ദാനം പൂർത്തിയാക്കിയതിന്റെ അവരുടെ പേര് വിവരങ്ങൾ അടക്കം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയ സ്നേഹിതൻ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ VPP മുസ്തഫയോട് 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, യശസ്വരീയനായ ബഹുമാനി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ച 2000 വീട് എവിടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം ശങ്കരാടി ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇതാണ് ആ രേഖ. അങ്ങനെയല്ല, അത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം അത് വിശദീകരിക്കുക ചെയ്തത്. വസന്ത്, അത് ശരിയല്ല. നമ്മളെല്ലാം കേട്ടിരിക്കുകയല്ലേ. കേക്ക്. ഇനി ശ്രീ ശരത്ത് പറയുന്നു 3 കോടി രൂപയെ കോൺഗ്രസിന് പിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആളെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ VPP പറഞ്ഞതിനെ ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു. 2000 വീട് പണിയാൻ പോയ VPPക്കും പാർട്ടിക്കും പണിയാൻ പറ്റിയത് 1000 ചില്ലുവാനം വീടുകളാണ്. 10 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി CPM. ആ CPM 10 വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ച 2000 വീട്ടിൽ പാതി മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റൂ. വസന്ത്, തെറ്റാണ്. നിങ്ങൾ തെറ്റിദ്ധാരണാജനകമായാണ് സംസാരിക്കുന്നത്. ആ പോയിന്റ് ഈ ചർച്ചയിൽ വന്നതുകൊണ്ട് ഞാൻ പറയാം. എന്താണ്? അങ്ങനെയല്ല വസന്ത്, നോക്കൂ. അത് 2000 എന്ന് എണ്ണം പറഞ്ഞിട്ടില്ല. എന്തോ ഒരു ലോക്കലിൽ ഒരു വീട് എന്നാണ് പറഞ്ഞത്. അത് പ്രളയകാലത്തുമല്ല വസന്ത്. അതാണ് അതിലെ വ്യക്തത. ഒരൊറ്റ തിരുത്തൽ. കോടിയേരി പറഞ്ഞത് ദേശാഭിമാനിയുടെ പോരെ, ദേശാഭിമാനിയുടെ എടുത്തു തന്നോളൂ. വസന്ത് കൊടുക്കത്. നിങ്ങൾ ആ തലക്കെട്ട് എടുത്ത് കൊടുക്ക. വസന്ത്, തലക്കെട്ട് ചോദിക്കുന്നു VPP മുസ്തഫ. ദേശാഭിമാനി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. പഞ്ചാരക്കൊല്ലിയിൽ വസന്ത്, ഇതിലെ പ്രശ്നം എന്താണ്?
വസന്ത്, ഇതിലെ പ്രശ്നം വയനാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ പിരിക്കാനിറങ്ങി, നിങ്ങൾ പിരിച്ചു, 1 വർഷമായി പിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പൈസ എവിടെ? 1 വർഷമായിട്ടും നിങ്ങളത് FD-യിലിട്ട് പലിശ എടുക്കുന്നതല്ലാതെ അവർക്ക് വേണ്ടി ഭൂമി വാങ്ങാനോ അവിടെ പ്രാരംഭ നടപടികൾ തുടങ്ങാനോ കഴിഞ്ഞിട്ടേ ഇല്ല. ഇതിനാണ് നിങ്ങൾ സമാധാനം പറയേണ്ടത്. ഉത്തരം പറയാതെ അത് തന്നെയാണ് പറയുന്നില്ലെന്നേ. നിങ്ങൾ പകരം വേറെ പല കാര്യങ്ങളും പറഞ്ഞു നിൽക്കുക. നിങ്ങളുടെ നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതാണ് പ്രശ്നം. ചോദിക്കും. കാര്യം സർക്കാരിന്റെ എല്ലാ ഈ ഉത്തരം പറഞ്ഞിട്ടാവാം, നിങ്ങൾക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടാകാം മറുചോദ്യം. ഇതിനുത്തരം പറയൂ. ഞങ്ങളോട് ഒരു സന്നദ്ധ സംഘടനയോട് പറയണം, നിങ്ങളുടെ പൈസ എന്തേ? ഞങ്ങളുടെ പൈസ അക്കൗണ്ടിലുണ്ട്. ഇനി നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അക്കൗണ്ടിലിടാനല്ലത് ജനം പൈസ തന്നത് 1 വർഷമായിട്ട്. നിങ്ങൾക്ക് പലിശക്കാണോ പൈസ തരുന്ന ആളുകൾ? പലിശ വാങ്ങാനാണോ? യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ ചാനൽ ചർച്ചകളുടെ വക്താവായ അരുൺകുമാറിന്റെ ഓഫീസിലെ ജൂനിയർ എറണാകുളത്ത് ഒരു പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭരിക്കുന്ന പോലീസിന് അതിലൊരു FIR ഇടാനുള്ള ഗ്രൗണ്ട്സ് പോലും ഉണ്ട് എന്ന് തോന്നാഞ്ഞത്? അതിന്റെ ഉത്തരം കൂടി പറയുന്നേ. ശരി, നിങ്ങളുടെ പോലീസിന്റെ മുമ്പിൽ VPP പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തക, ഞാൻ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ ഓഫീസ് സ്റ്റാഫ്, മുൻ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അംഗം SFIയുടെ, അവർ ചെന്നൊരു പരാതി കൊടുത്തു. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിലേക്ക് കൂടി ഇതേ ആർജവത്തോടു കൂടി വരൂ വസന്ത്. ഇതേ ആർജവത്തോടു കൂടി വസന്തിനോട് ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. 20 കോടി പിരിക്കേണ്ടിടത്ത് 1 വർഷമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് 3 കോടിയേ കിട്ടിയുള്ളോ? 100 വീട് എങ്ങനെ പണിയും? 100 വീട് എങ്ങനെ പണിയും? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അത്ര ഒരു പ്രശ്നമുണ്ട്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. DYFI സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ ആ വീട് എങ്ങനെ പണിയും? 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? അതൊന്ന് പറഞ്ഞു തരാമോ വസന്ത്? ഒരു മിനിറ്റ് എനിക്ക് തരാമോ? എത്രയോ മിനിറ്റ് തന്നു. നിങ്ങൾ വേറെ കാര്യം പറയുന്നില്ല. നിങ്ങളോട് ജനം ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവില്ല. 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? 100 വീട് എങ്ങനെ പണിയും? മറുചോദ്യമാണ്. മറുചോദ്യം നിൽക്കട്ടെ, ഉത്തരം പറഞ്ഞിട്ട് ആട്ട് സാറേ. മറുചോദ്യം, 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? ഇല്ലില്ല, 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? എന്തുകൊണ്ടാണ് മറുചോദ്യം ചോദിക്കുന്നത് അറിയാമോ? ഉത്തരം പറഞ്ഞിട്ടാവാത്. ഉത്തരം പറഞ്ഞാൽ വസന്തിന്റെ മറുചോദ്യമോ എന്തുമാകാം. 100 വീട് നിങ്ങൾ എങ്ങനെ പണിയും? യൂത്ത് കോൺഗ്രസ് എങ്ങനെ 30 വീട് പണിയും? ഈ പൈസ വെച്ച് പറയട്ടെ, പറഞ്ഞോളാലോ, അങ്ങ് ഇടപെടരുത്. അതായത് പറയുന്നില്ല. അതാണെന്ന് പറയുന്നത്. എന്റെ ശ്രീ ശരത്, ചില ചോദ്യങ്ങളുടെ ഉത്തരം മറുചോദ്യം കൂടിയാണ്. സ്വന്തം കണ്ണിലെ സോറി, ഇതിൽ നിങ്ങളോട് നേരിട്ടുള്ള ചോദ്യമാണെന്നേ. നേരിട്ടുള്ള ചോദ്യം മറുചോദ്യം. എന്തുകൊണ്ട് ലാഗായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നതിന്റെ ഉത്തരമാണ്. അങ്ങേക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, കേൾക്കുന്നവർ കേൾക്കട്ടെ. അതായത് കഴിഞ്ഞ 9 മാസക്കാലമായി സർക്കാർ ലാഗ് ആയെടുത്ത് കഴിഞ്ഞ 9 മാസക്കാലമായി സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പോലും കോടതി കയറേണ്ടി വന്നൊരു സ്ഥലത്ത്, കാര്യം അവിടെ DMDRFന്റെ സ്പെഷ്യൽ അനുമതി അടക്കം ആവശ്യമുണ്ട്, സർക്കാരിന് പോലും കോടതി കയറേണ്ടി വന്നിടത്ത് യൂത്ത് കോൺഗ്രസിന് ചെറിയൊരു ലാഗ് ഉണ്ടായിട്ടുണ്ട്, താമസം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? നിങ്ങൾ ഏതെങ്കിലും സ്ഥലം കണ്ടോ? അഡ്വാൻസ് കൊടുക്കാൻ ശ്രമിച്ചോ? നടക്കാതെ വന്നോ? വിശദാംശങ്ങൾ പറഞ്ഞാൽ മതി. സുഹൃത്തെ, ചെയ്തത് പറ. രാഹുൽ ഗാന്ധി അവിടെ 93 വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണോ പറയുക? നിങ്ങൾ അവിടെ ചെയ്തത് എന്താണ്? നിങ്ങൾ അവിടെ ചെയ്തത് എന്താണ്? രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയാണോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്? എന്റെ സാറേ, എന്തോന്നായി വർത്താനം? കഷ്ടം തന്നെ. നിങ്ങളോട് ചോദ്യം, യൂത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണ് 100 വീട് അത് കോൺഗ്രസിന്റെ. ഞെളിഞ്ഞല്ലോ, നാണോമാനോ ഇല്ലാതെ ആ ഞെളിഞ്ഞവർക്ക് വീട് വെച്ചു കൊടുത്ത രാഹുൽ ഗാന്ധിയാ. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ അയച്ചു തരാം അങ്ങേക്ക്. പഞ്ചാരക്കൊല്ലിയിലെ രാധയ്ക്ക് വീട് വെച്ചു കൊടുത്ത് പൂർത്തീകരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാ. നിങ്ങളുടെ സർക്കാർ മുണ്ടക്കൈ ചൂരൽമലയെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ശ്രീ പ്രേംകുമാർ അവിടുത്തെ DCC പ്രസിഡന്റ് അടി കിട്ടിയ കാര്യം ഓർമ്മിച്ചാൽ മതി. കേറി ഇറങ്ങേണ്ടി വന്നില്ലേ? എത്ര തവണ സമരമുണ്ടായി അവിടെ? പ്രശ്നം സ്ട്രേറ്റ് ഇഷ്യൂസ് ആണ് വസന്ത്. നമ്മൾ വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാൽ ചർച്ചയ്ക്ക് മറുപടി ആവില്ല. കുറച്ചുകൂടി സെൻസിബിളായി ചില ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ചർച്ചയ്ക്ക് വന്നത് തന്നെ വലിയ സന്തോഷം. കാരണം ഇന്ന് ഒരുപാട് കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ നിന്ന് ഒഴിയാനാണ് ശ്രമിച്ചത്. ലീഗ് പ്രതിനിധികളെ കിട്ടുന്നില്ല ചർച്ചയ്ക്ക്. ഞാൻ വസന്തിനെ ആ നിലയ്ക്ക് അഭിനന്ദിക്കുക കൂടിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഈ ഡിഫൻസ് എങ്കിലും പറയാൻ ഈ ചർച്ചയ്ക്ക് വന്നതിന്. ശ്രീ പ്രേംകുമാർ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഭൂമി നൽകിയില്ല എന്ന് പറയാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ആ ഒരു സെൻസ് ഉണ്ടല്ലോ. ഇവർ ജനങ്ങളുടെ നിന്ന് പണം പിരിച്ച് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിന് വീടിന് ഭൂമി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇവർക്കല്ലേ? സർക്കാരാണോ ഭൂമി കൊടുക്കേണ്ടത്?
യുക്തി വെച്ചാണ് ഇവർ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ലീഗ് കുറെ കൂടി കാൽക്കുലേറ്റഡ് ആയിട്ടാണോ ഇതിനകത്ത് പോയത്? ഇതിൻ്റെ സാധ്യത 40 കോടി പിരിച്ചു, അതിൽ നിന്ന് ഭൂമി കണ്ടെത്തുന്നതിലടക്കം അതിന് പണം വിനിയോഗിക്കുന്നതിലടക്കം ഏറ്റവും തന്ത്രപരമായി പെരുമാറിയത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അമ്പരപ്പിക്കും വിധത്തിലേക്ക് പെരുമാറിയത് ലീഗാണോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് സർക്കാർ പോലും ശ്രദ്ധിക്കും വിധം, പൊതുസമൂഹം ശ്രദ്ധിക്കും വിധം മാതൃകാപരമായി ഇതിനകത്ത് സർക്കാരിനേക്കാൾ മുൻപേ സഞ്ചരിക്കാനും ഈ വീടുകൾ പൂർത്തീകരിക്കാനും കഴിയുന്ന ഒരു പ്രതിപക്ഷ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതിനവർക്ക് കഴിയാതെ പോയില്ലേ? തികഞ്ഞ പരാജയത്തിലേക്ക് അവർക്ക് കൂപ്പുകുത്തേണ്ടി വന്നോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും സത്യസന്ധതയോടെ ആയിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ പണി തീരുന്നതിന് മുന്നേ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വീടുകളുടെ പണി തീർന്നിട്ട് ഇവർക്ക് കേരളം മുഴുവൻ പ്രകടനം നടത്തി പിണറായി വിജയനെയും LDF സർക്കാരിനെയും ചോദ്യം ചെയ്യാമായിരുന്നു. സർക്കാരെ നിങ്ങൾ എവിടെയെന്നുള്ളത്. അതിനുള്ള എല്ലാവിധ ശേഷിയും കോൺഗ്രസിനുണ്ട്, ലീഗിനുണ്ട്. എന്താണെന്ന് പറയുക, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയനാട് എന്നുള്ളത് കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ജില്ലയാണ്. ജില്ലാ പഞ്ചായത്ത് അവരുടേതാണ്. ഈ കൽപ്പറ്റ മണ്ഡലം T. സിദ്ദിഖ് MLA-യുടേതാണ്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 100 വീടുകൾക്ക് വേണ്ട ഫണ്ട് കേരളത്തിലുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളായിട്ടുള്ള ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമല്ല. പക്ഷെ എന്താ പ്രശ്നം? ഇവരിതിനെ മറ്റൊരു കാര്യത്തിനുള്ള അവസരമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ അത് മനസ്സിലാവുന്നത്. കാരണം ആദ്യം മുതലേ കാൽക്കുലേഷൻ ഉണ്ടെന്നേ. 100 വീട് എന്ന് പ്രഖ്യാപിക്കുക, 100 വീട് ഉണ്ടാക്കാൻ മിനിമം 20 കോടി രൂപ വേണം. എന്നിട്ട് ഇപ്പൊ പറയാണ് 3.5 കോടിയാണ് കിട്ടിയെന്ന്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ കണക്ക് നോക്കൂ നിങ്ങൾ, 30 വീട് വെക്കാൻ 6 കോടി രൂപ വേണം. അവരുടെ ചാലഞ്ച് പോലും 3 കോടിയിൽ താഴെയാണ്. എന്നിട്ട് കിട്ടിയത് 88 ലക്ഷം രൂപയാണ്. ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് കുറച്ചുകൂടെ സമർത്ഥമായിട്ടാണ് ചെയ്തത്. ഫണ്ട് പിരിവ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ആപ്പ് വഴി നടത്തി 40 കോടിയോ 50 കോടിയോ പിരിച്ചു. എന്നിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗത്തിന്റെ സ്ഥലം തന്നെ വാങ്ങിച്ചു. ആ സ്ഥലത്തിൽ 12 ഏക്കറിൽ 11 ഏക്കറും മുസ്തഫ ഇവിടെ പറഞ്ഞതുപോലെ തോട്ടഭൂമിയാണ്. തോട്ടഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല. വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത്. തോട്ടഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് പറയാൻ പറ്റും, സർക്കാർ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ വീട് വാങ്ങിച്ചു, സർക്കാർ വെക്കാൻ സ്ഥലം വാങ്ങിച്ചു, വീട് വെക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല. കോൺഗ്രസ്സുകാർ പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടാന്നുള്ളതാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും ഇൻക്ലൂസീവ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുത്തത്. സകല പാർട്ടികളെയും വിളിച്ചുകൊണ്ട് ആളുകൾക്ക് 3 ഓപ്ഷനാണുള്ളത്. സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീടെടുക്കാം, മൊത്തത്തിൽ മാസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ പുറത്ത് വീട് വെക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് 15 lakhs കൊടുക്കും. സന്നദ്ധ സംഘടനകൾക്ക് ഒന്നുകിൽ സ്വന്തമായി വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫണ്ട് പിരിച്ചിട്ട് ആ ഫണ്ട് സർക്കാരിനെ ഏൽപ്പിക്കാം. ഒരു നിർബന്ധവുമില്ല. യൂത്ത് കോൺഗ്രസ് അതായത് പ്രേംകുമാർ, ഇങ്ങനെ ആ ഫണ്ട് സർക്കാരിലേക്ക് കൊടുക്കാതെ, സർക്കാർ സ്കീമുമായി സഹകരിക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണോ ഭൂമി കണ്ടെത്തി ഭൂമിയിൽ വീട് പണിത് അത് ബന്ധപ്പെട്ട ആളുകൾക്ക് സുതാര്യമായി സത്യസന്ധമായി കൈമാറുക എന്നുള്ളത്? അതിൽ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രിവിലേജ് ഉണ്ടോ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടലുണ്ടോ? അവകാശം 100% അവരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? ഇപ്പൊ KPCC പണ്ട് 1000 വീടുകൾ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞത് നല്ല വീടുകളില്ലാത്തവർക്കാണ് അധികവും. ബന്ധു വീടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഇവിടെ അതല്ലെന്നേ. ഒരൊറ്റ രാത്രി കൊണ്ട് വീടും സകല ജീവനോപാധികളും നഷ്ടപ്പെട്ടു പോയ ആളുകളോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വീട് വെച്ച് തരാം. അവരതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരതുകൊണ്ട് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്ത ആളുകളാണ്. അവരുടെ വാടക ഇപ്പൊ സർക്കാരെ കൊടുക്കണം. അപ്പോഴാണ് ഇവർ പറയുന്നത് പിണറായി വിജയൻ പണ്ട് കൊടുത്തിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തിട്ടില്ല, പ്രിയങ്ക ഗാന്ധി അവിടെ തേങ്ങ കൊടുത്തിട്ടുണ്ട്, ഈ മാതിരി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട വസന്തേ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് വീട് കിട്ടുമെന്ന് പറഞ്ഞ് സർക്കാർ ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് പറഞ്ഞ മുണ്ടക്കൈയിലെ ദുരന്തബാധിതരെയാണ്. അവരോട് മറുപടി പറയാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന നിങ്ങൾ മഹാദുരന്തമാവുകയാണ്. കേരളത്തിന് മുന്നിൽ മഹാദുരന്തമാവുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ വളരെ ചുരുക്കത്തിൽ ഏതാനും സെക്കൻഡുകളുള്ള ഒരു വീഡിയോ ഒന്ന് കാട്ടാം. അത് കഴിഞ്ഞ് ഞാൻ വളരെ ചെറിയ റെസ്പോൺസിന് 3 പേരിലേക്കും വരാം. അത് ഒരു വ്ളോഗറുടേതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്ളോഗറുടേതാണ്. ഫ്രെഡി വി ഫ്രാൻസിസ് ആണ്. അത് വിഷയം ഇതാണ്: ഇപ്പോൾ സർക്കാരിനെയും മറ്റും മോശമായി ചിത്രീകരിക്കാൻ കോൺഗ്രസിൻ്റെ സൈബർ വിങ് അല്ലെങ്കിൽ അത്തരം രംഗത്ത് നിന്ന് ഇൻഫ്ലുവൻസേഴ്സിനെ വിലക്കെടുക്കുന്നു, അത്തരം ഏജൻസികൾ എന്ന രീതിയിലൊക്കെയുള്ള ഒരു നീക്കം നടക്കുന്നു എന്നാണ് ഈ വ്ളോഗറുടെ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ആ വീഡിയോ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ അത് വന്നിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഫ്രെഡി പറഞ്ഞതൊന്ന് കേൾക്കാം. വ്ളോഗറാണ്. അവർക്ക് ഇൻഫ്ലുവൻസ് ആവാൻ പറ്റിയ ഇൻഫ്ലുവൻസേഴ്സ്
ആ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പൈസ കൊടുത്ത്, അതാട്ടെ ഏറ്റവും വലുത്. പൈസ കൊടുത്ത് പൊളിറ്റിക്സ് പറയുന്നതും ഇപ്പോൾ അവർ സ്വമേധിയ പൊളിറ്റിക്സ് പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ അവർ ആരും പെട്ടെന്ന് അങ്ങോട്ട് കയറി സമ്മതിക്കില്ല. പക്ഷേ ഇതേപോലെയുള്ള മെസ്സേജ് ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുമ്പോൾ UDF പോലെയുള്ള നേതൃത്വം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അവരുടെ നെറേറ്റീവ്സ് അവർ വഴി ഓടിക്കണമെന്നാണോ? വസന്ത്, ഇതാണ് കാര്യം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പണം കൊടുത്ത്, അതാണ് ഇൻവെർട്ടഡ് കോമയിൽ, ഇങ്ങനെ ഒപ്പം നിർത്താനും സർക്കാരിനെതിരായിട്ട്, അത് ഡിഫറൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ രംഗത്തൊന്നുമല്ല, അങ്ങനെയല്ലല്ലോ ഇൻഫ്ലുവൻസേഴ്സ് വരുന്നത്. ഫുഡ്, ട്രാവൽ, ഇതിലൊക്കെ വ്ളോഗേഴ്സ് ആയിട്ടുള്ളവരെയാണ് അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പണം പിരിച്ച സമയത്ത് ഭൂമി കണ്ടെത്തി വീട് വെച്ചു കൊടുക്കാൻ പൈസയില്ല, പിരിച്ചാലൊട്ട് വരുത്തുമില്ല. കണക്ക് നോക്കിയാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിനൊക്കെ പണം ഉണ്ടല്ലേ? അല്ല, സർക്കാരിന് തന്നെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റി വെക്കാനുണ്ടല്ലോ. ഇനി 2, PR എക്സസൈസുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യും. ഇനി ഈ ഇൻഫ്ലുവൻസറെ പണം കൊടുക്കാനാണ് എന്നത്, ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയപ്പെടുന്ന ആൾ, അയാൾ ഇൻഫ്ലുവൻസർ ആണോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു പേര് കേട്ടിട്ട് പോലുമില്ല. അപ്പൊ അയാളെ ആരാണ് സമീപിച്ചത്? അയാളെ അല്ല, അങ്ങനെ ഒരുപാട് പേരെ സ്വാധീനിക്കാൻ, പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന അലിഗേഷനാണ്. തെളിവാണല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പോലീസ് സ്റ്റേഷനെ സമീപിക്കണം. കാര്യം രാഷ്ട്രീയ രംഗത്തെ അപ്പാടെ അദ്ദേഹമല്ലല്ലോ, നിങ്ങൾക്കല്ലേ അതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുന്നെങ്കിൽ നീങ്ങേണ്ട ആളുകൾ. അദ്ദേഹത്തിന് എന്ത്? അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു ദുഷിച്ച പ്രവണത വെളിപ്പെടുത്തുക ചെയ്തത്. പിന്നെ ഇനി എന്തിന് കേസിന് പോകണം? അദ്ദേഹം തെളിവ് വേണ്ടേ? അദ്ദേഹം അത് നിങ്ങളല്ലേ ചോദിക്കണ്ടേ? നിങ്ങളുടെ ഈ തെളിവുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ആരാണ് സമീപിച്ചത് എന്നത് കൂടി അദ്ദേഹം പറയണം. അതെ, നിങ്ങൾക്കെതിരെയാണ് ആക്ഷേപം, നിങ്ങളല്ലേ മൂവ് ചെയ്യേണ്ടത്. ആകാശത്തേക്ക് വെടിവെച്ചാൽ പോരാ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ കനകോലു തന്ത്രമായിരിക്കില്ല, ഇത് നികേഷ് കോലു തന്ത്രമായിരിക്കും. അദ്ദേഹം 10,000 അക്കൗണ്ടുകൾ ഉണ്ടാക്കണം എന്ന് CPM പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വകയിലുള്ള നികേഷ് കോലു തന്ത്രമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ആരാണ് സമീപിച്ചത്? ഏത് ഏജൻസിയാണ്? VPP, ഇതിൽ കാര്യം വ്യക്തമായല്ലോ. ഫുഡ് വ്ളോഗേഴ്സ്, ട്രാവൽ വ്ളോഗേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ, ടെക് രംഗത്ത് ഒക്കെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പണം കൊടുത്ത് സ്വാധീനിച്ച് ആ രീതിയിൽ സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ, ഇതായിരുന്നു ഈ പറയുന്ന ഒരു തന്ത്രം. അതേക്കുറിച്ചാണ് ഈ വ്ളോഗർ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ നീക്കം നടക്കുന്നു എന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന്. മുസ്തഫ, ഒരു ചെറിയ റിയാക്ഷൻ ഇതേക്കുറിച്ച്. അല്ല, അത് ശരത്തെ വേണമെങ്കിൽ നമുക്ക് വസന്തിനോടൊപ്പം നിൽക്കാം. ഈ വ്ളോഗർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് തെളിവുകൾ ഹാജരാക്കട്ടെ. പക്ഷെ PJ കുര്യൻ എവിടെ പോകും? PJ കുര്യൻ കോൺഗ്രസിന്റെ യോഗത്തിലല്ലേ പറഞ്ഞത്, യൂത്ത് കോൺഗ്രസിനെ കാണണമെങ്കിൽ വീഡിയോ നോക്കണം, TV നോക്കണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, യൂത്ത് കോൺഗ്രസ്സുകാരെ കാണണമെങ്കിൽ റീൽസ് കാണണം. അതിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണ്ടല്ലോ, അതിന് തെളിവുകൾ വേണ്ടല്ലോ. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പറയുന്നു, കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഇപ്പോൾ TV-യിലും വീഡിയോയിലും റീൽസിലുമേ ഉള്ളൂ. നിങ്ങൾ ഈ കനകൂല തന്ത്രത്തിൽ ഇങ്ങനെയാണ് വസന്തയെ കുടുങ്ങിയിരിക്കുന്നത്. ഇതാ പ്രശ്നം. എൻ്റെ ജില്ലയിലാണ് 2023 മെയ് മാസത്തിൽ ശരത്തെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സമ്മേളനം. അന്നത്തെ പിന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തല വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എന്താ രമേശ് ചെന്നിത്തല അന്ന് പ്രസംഗിച്ചത്? 2023 മെയ് 3-ാം തീയതി, ഞാൻ ഡേറ്റ് അടക്കം വസന്തിന് പറഞ്ഞുതരാം, കാസർഗോഡ് യൂത്ത് ലീഗിന്റെ ജില്ലാ സമ്മേളനം. ചെന്നിത്തലയുടെ പ്രസംഗം എന്താ? നിങ്ങൾ കോവിഡ് കാലത്തെ DYFIയുടെ പ്രവർത്തനം കണ്ടുപിടിക്കൂ. ആശുപത്രികളിൽ ആ ചെറുപ്പക്കാർ കൊണ്ടുപോയി കൊടുക്കുന്ന പൊതിച്ചോർ, ആ പ്രവർത്തനം നിങ്ങൾ കണ്ടുപിടിക്കൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാത്രമല്ല, ഈ പുതിയ 2025 മാത്രമല്ല, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി യൂത്ത് കോൺഗ്രസും എല്ലാം ചെന്നുപെട്ട ഒരവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ യോഗങ്ങളിലാണ് വസന്തയെ പ്രസംഗിച്ചത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രേംകുമാർ, ദുരന്തബാധിതർക്ക് സമയത്ത് പണം കണ്ടെത്തി പിരിച്ച്, അല്ലെങ്കിൽ പണം കണ്ടെത്തി വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. മറുഭാഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ പണം കൊടുക്കാനും വ്ളോഗേഴ്സിനെയൊക്കെ സ്വാധീനിക്കാനും കഴിയുന്ന രീതിയിൽ കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്നൊരു സൂചന ഈ വ്ളോഗർ പറഞ്ഞതിലുണ്ട്. വല്ലാത്തൊരു വൈരുദ്ധ്യം അതിനകത്ത് നിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കാണുമല്ലോ ഈ വാർത്ത. കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഫണ്ടിന്റെ ദാരിദ്ര്യമുണ്ട് നമുക്ക് കാണാനേ പറ്റില്ല. എല്ലാവരും ഖദർ ധരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു സീനിയർ ലീഡർ പറഞ്ഞപ്പം യൂത്ത് ആയിട്ടുള്ള 1-2 ആൾക്കാരാ പറഞ്ഞത് അത്ര കാശില്ലാത്തതുകൊണ്ടാണ് കളർ ഡ്രസ്സ് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ കുപ്പായത്തിന് വരുന്ന ചെലവ് ശബരിനാഥ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ ക്യാമ്പയിനിൽ യാതൊരു ദാരിദ്ര്യവും കാണാനില്ല. DCC ഓഫീസ് ഉണ്ടാക്കുന്നതിലോ ഉദ്ഘാടനത്തിന് നേതാക്കന്മാരെ കൊണ്ടുവരുന്നതിലോ ഒന്നുമില്ല. അതൊക്കെ നല്ല കാര്യമാണ്. എല്ലായിടത്തും DCC ഓഫീസ് വരട്ടെ, എല്ലാവരും നല്ല ഖദർ എടുട്ടെ. പക്ഷേ
വീടില്ലാതായിപ്പോയ ആളുകൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാൽ മിനിമം അത് ചെയ്യണം. ഇനി അത് പറ്റില്ലെങ്കിൽ തുറന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് 4 വീട് വെക്കാനേ പറ്റുള്ളൂ, ബാക്കിയുള്ള പാവപ്പെട്ട ആളുകളെ നിങ്ങൾ എങ്ങനെയെങ്കിലും വീട് സംഘടിപ്പിക്കൂ എന്ന് തുറന്നു പറയാനുള്ള ഒരു സത്യസന്ധതയെങ്കിലും മനുഷ്യപ്പറ്റെങ്കിലും വേണം. കാരണം ഒരു വട്ടം വീടില്ലാതായിപ്പോയ ആളുകളാണ് നിങ്ങളെ വിശ്വസിച്ച് ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നത്. മിനിമം മനുഷ്യപ്പറ്റുണ്ടാവുക എന്ന് മാത്രമാണ് കോൺഗ്രസിന്റെ ആളുകളോടും ലീഗിന്റെ ആളുകളോടും വയനാടിന്റെ കോൺടെക്സ്റ്റിൽ പറയാനുള്ളത്. ഏതായാലും ഈ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് വസ്തുതാപരമായിട്ടുള്ള ശരിയായിട്ടുള്ള നടപടികളിലൂടെ പരിഹാരം കാണാത്തിടത്തോളം കാലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നിരന്തരം ഈ ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. വീടെവിടെ, അതിന് ഭൂമി കണ്ടെത്തിയോ, അതിന് പിരിച്ച പണം എവിടെ, ആ പണം ഇപ്പോഴും പിരിവ് തുടരുന്നത് എന്തുകൊണ്ട്, പിരിവ് തുടരുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട്? മറുഭാഗത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. 40 കോടി പിരിച്ച് കണ്ടെത്തിയ ഭൂമി അത് പല വിധത്തിലും സംശയാസ്പദമായ, നിയമവിധേയമല്ലാത്ത, വാസയോഗ്യമായ വീടുകൾ വെക്കാൻ കഴിയുന്ന ഭൂമിയാണോ? അതിന് 4 ഇരട്ടിയിലധികം വില കൊടുത്ത് എന്തിനു വാങ്ങി? ആരുടെ താല്പര്യങ്ങൾ? ഏത് നേതാവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ ലീഗിനകത്ത് നിന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷമാകെ വയനാട് ഈ പറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന മട്ടിൽ മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ ചെന്നുപെട്ട് നിൽക്കുന്ന ചോദ്യശരങ്ങൾ, അതിന് നടുവിലാണ് ഈ നേതാക്കളും ആ 2 പാർട്ടികളും നിൽക്കുന്നത്, കോൺഗ്രസും മുസ്ലിം ലീഗും.